നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊരു എംബഡഡ് സിസ്റ്റം ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് സീരീസ് ആണ്. ഇലക്ട്രോണിക്സും എംബഡഡ് സിസ്റ്റം ഡെവലപ്മെൻറ്റുമാണ് ഈ സീരീസിൽ ഉള്ളത്. ഇതൊരു പ്രാക്ടിക്കലി ചെയ്ത് നോക്കി പോകുന്ന ഒരു സീരീസ് ആണ്. ഒന്നാമത്തെ വീഡിയോ മുതൽ കാണാനായിട്ട് ശ്രമിക്കുക. ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള കോമ്പോണൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്ലോഗിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. വെൽക്കം ബാക്ക്. ഇലക്ട്രോണിക് കോമ്പോണൻസിൻ്റെ നാലാമത്തെ വീഡിയോ ആണ് ഡയോഡ്. ചിത്രത്തിൽ കാണുന്നതാണ് ഡയോഡ്. എന്തായാലും എൻ്റെ കയ്യിൽ ഒരു ഡയോഡ് ഉണ്ട്. ഇത് കാണിക്കാനായിട്ട്, ഇതിൻ്റെ വർക്കിംഗ് കാണിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു ബൾബ്, ഒരു ബാറ്ററിയുമുണ്ട്. ഓക്കെ, ഞാനിത് ഡയോഡിലൂടെ കറണ്ട് കടത്തി വിട്ടിട്ട് ഈ ബൾബ് കത്തിക്കാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, ഇനി സിംപ്ലി ഞാൻ ഈ ഡയോഡിനെ മാത്രം തിരിച്ചു പിടിക്കുന്നു. ബാക്കിയെല്ലാം സെയിം. ഞാൻ വീണ്ടും ശ്രമിക്കുന്നു, ബൾബ് കത്തില്ല. ഓക്കെ, ഡയോഡ് വീണ്ടും ശരിയായിട്ടുള്ള രീതിയിൽ പിടിക്കുന്നു. ഓക്കെ, നിങ്ങൾ ചിത്രത്തിൽ കണ്ടു ഡയോഡിന് ഒരു സൈഡിൽ ഒരു വെളുത്ത വരയുണ്ടല്ലേ. ഓക്കെ, ഞാനിപ്പോൾ ചെയ്തത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. ഡയോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾക്കിവിടെ ഒരു പവർ സപ്ലൈ ഉണ്ട്. ഞാനിവിടെ ഒരു മോട്ടോർ ഇങ്ങനെ കറക്കി നോക്കാം ആദ്യം. ആക്ച്വലി ഡയോഡുമായിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. മോട്ടോർ തിരിയുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഞാനിതിനൊരു ഫാന് കണക്ട് ചെയ്യാം. ആക്ച്വലി ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറങ്ങുന്ന കാണാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ വയ്ക്കാൻ പറ്റില്ല, ഞാനൊരു ഹൈറ്റിൽ വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു സെറ്റപ്പായി. ഞാനിതിനൊന്നുകൂടി കറക്കി കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ കറങ്ങുന്നുണ്ട്. ഇനി വേറെ സംഗതി കൂടി വെറുതെ ഒന്ന് അഡ്വാൻസ് ആയിട്ട് കാണിച്ചു വയ്ക്കാം. റെഡ് വയർ ഞാൻ ഇപ്പുറത്ത് കൊടുത്തിട്ട് ബ്ലാക്ക് വയർ അപ്പുറത്താണ് കൊടുക്കുന്നതെങ്കിൽ മോട്ടോർ കറങ്ങുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോട്ടോർ കറങ്ങും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മോട്ടോർ കറങ്ങുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നുള്ളത് മാത്രം കാണാം. ഓക്കെ, നമ്മളുടെ ക്വസ്റ്റ്യൻ അതല്ല. എന്താണ് ഡയോഡ്? ഡയോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഈ ഡയോഡിലൂടെ ഈ കറണ്ട് കടത്തി വിട്ടിട്ട് ഞാൻ ഈ മോട്ടോർ കറക്കി നോക്കാം. ഓക്കെ, ഒരു സൈഡിൽ ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. യെസ്, ഡയോഡിലൂടെ ഞാൻ കറണ്ട് കൊടുത്തു. എന്നിട്ട് മോട്ടോർ തിരിയുന്നുണ്ട്. ഞാൻ ഡയോഡിനെ ജസ്റ്റ് തിരിച്ചു പിടിക്കുന്നു. ഓക്കെ, വേറൊന്നും ചെയ്യുന്നില്ല, ഡയോഡ് തിരിച്ചു പിടിക്കുന്നു. ഓക്കെ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, ഇനി കൊടുക്കാം. ഇപ്പോൾ തിരിയുന്നില്ല. ഓക്കെ, വീണ്ടും പഴയ പോലെ തന്നെ കൊടുക്കുകയാണെങ്കിൽ, അതായത് ഇതിനകത്ത് ഒരു വെള്ള വര കാണുന്നുണ്ടല്ലോ അല്ലേ, ആ വെള്ള വര ഞാൻ മോട്ടറിലേക്ക് പോകുന്നത് പോലെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വീണ്ടും തിരിയുന്നുണ്ട്. യെസ്, അപ്പോൾ എന്താണ് ഡിഫറൻസ്? അതായത് ഇങ്ങനെ ഡയോഡ് പിടിച്ചു കഴിഞ്ഞാൽ മോട്ടോർ തിരിയും, ഇങ്ങനെ ഡയോഡ് പിടിച്ചു കഴിഞ്ഞാൽ മോട്ടോർ തിരിയുന്നില്ല. ഇത് മോട്ടോറിൻ്റെ പകരം ഇവിടെ ഒരു ബൾബായിരുന്നെങ്കിലും ഇത് തന്നെ സംഭവിക്കും. ഞാൻ ഡയോഡ് ഇങ്ങനെ പിടിക്കുമ്പോൾ ബൾബ് കത്തും, ഇങ്ങനെ പിടിക്കുമ്പോൾ ബൾബ് കത്തില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറണ്ട് കടത്തി വിടുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറണ്ട് കടത്തി വിടുന്നുണ്ട്. തിരിച്ചാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറണ്ട് കടത്തി വിടില്ല അല്ലേ. ഡയോഡിനെ മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറണ്ട് കടന്നു പോകും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറണ്ട് കടന്നു പോവില്ല, ബ്ലോക്ക് ചെയ്യും. ഇത്രയേ ഉള്ളൂ ഡയോഡിൻ്റെ ആക്ഷൻ. ഇത്രയും സിമ്പിൾ പരിപാടിയാണെങ്കിലും ഇത് വെച്ചിട്ട് നമുക്ക് മാജിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. റേഡിയോൻ്റെ ട്യൂണിങ്, റേഡിയോൻ്റെ റിസപ്ഷൻ, ഇതെല്ലാം പഠിക്കുകയാണെങ്കിൽ ആക്ച്വലി റേഡിയോ ഒക്കെ വലിയ സർക്യൂട്ടാണ്. പക്ഷേ ഡയോഡ് വെച്ചിട്ടുള്ളൊരു സിമ്പിൾ പരിപാടിയുണ്ട്, അതൊക്കെ വളരെ മാജിക്കലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുമാത്രമല്ല, ഇത് വെച്ചിട്ട് ഒരുപാട് ട്രിക്കുകളും, ഇത് വെച്ചിട്ട് ഈ ഒറ്റ ഫംഗ്ഷൻ വെച്ചിട്ട് ഡയോഡ് നമുക്ക് ഒരുപാട് സ്ഥലത്ത് യൂസ് ആവുന്നുണ്ട്. ഫ്രണ്ട്സ്, ഡയോഡ് എന്താണെന്ന് നോക്കി. LED-യും ഒരു ഡയോഡാണ്. വേറെയും ടൈപ്പ് ഓഫ് ഡയോഡ്സ് ഉണ്ട്. എങ്കിലും ബേസിക്കലി ഡയോഡ് എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇലക്ട്രോണിക് കോമ്പോണൻസിൽ അഞ്ചാമത്തെ ഐറ്റം ഇൻഡക്ടർ. ഇൻഡക്ടറിനെ പറ്റി, ഇൻഡക്ടർ എങ്ങനെ ഉണ്ടാക്കാം, ഇൻഡക്ടറിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, ഇതിൽ എളുപ്പം ഇൻഡക്ടർ ഉണ്ടാക്കാനാണ്. എൻ്റെ കയ്യിൽ ഒരു പീസ് ഓഫ് വയറുണ്ട്. ഇതൊരു ഒറ്റക്കമ്പി വയറാണ്. ഞാൻ ഇതിനെ ഈ പെൻസിലിലൊന്ന് ചുറ്റിയെടുക്കും. ഓക്കെ, 3 ചുറ്റാൻ കഴിഞ്ഞു. അവസാനം 2 അറ്റം എൻ്റെ കയ്യിലുണ്ട്. ഇങ്ങനെ ഊരിയെടുത്തു കഴിഞ്ഞാൽ
ഇതാണ് ഒരു ഇൻഡക്റ്റർ. ഇത്രയും സിമ്പിളാണ്. ഉണ്ടാക്കുന്ന പരിപാടിയോട് അവസാനിച്ചു. ഇനി ഇതിൻ്റെ പ്രവർത്തനം സാധാരണഗതിയിൽ കുറേ പുസ്തകങ്ങളിലെല്ലാം നോക്കിയാൽ നിങ്ങൾ കുറേ കൺഫ്യൂസ്ഡ് ആവും. നമ്മൾക്ക് കുറച്ച് എളുപ്പവഴി, ഒരു ഷോർട്ട് കട്ട് ഇവിടെ അവലംബിക്കാം അല്ലേ? നമ്മൾ ഉപയോഗിച്ച ഈ ഒറ്റക്കമ്പി വയർ, ഒരു വയർ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഒരു കുഞ്ഞു വയർ. നമ്മൾ പഠിച്ചിട്ടുള്ള തിയറിയൊക്കെ പ്രകാരം ഇതിനകത്ത് മോളിക്യൂൾസ് ഉണ്ട്, ആറ്റംസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസ് ആക്ച്വലി ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ കറണ്ട് ഫ്ലോ അങ്ങനെയാണല്ലോ, ഇലക്ട്രോണുകൾ ഇവിടെ നിന്ന് വരണം, അപ്പോൾ ഇവിടെ പോകണം. ഒരെണ്ണം ഇവിടെ എൻ്റർ ചെയ്താൽ ഒരെണ്ണം ഇങ്ങോട്ട് പോകണം അല്ലേ? അതാണ് നമ്മൾ പഠിച്ചത്. പഴയൊരു സിനിമയിൽ റാഞ്ചിറാവ് സ്പീക്കിംഗ്, നമ്മുടെ മാമുക്കോയ അംബാസഡർ കാറിൽ കയറുന്ന സീനുണ്ട്. പുള്ളി കാറിൽ കയറി ഡോർ അടച്ചു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആൾ ഡോർ തുറന്ന് പുറത്തേക്ക് വീഴും. ആ വീണാൾ എണീറ്റ് വന്നിട്ട് കയറി ഇരുന്നിട്ട് ഡോർ അടച്ചു കഴിഞ്ഞാൽ മാമുക്കോയ പുറത്തേക്ക് വീഴും. കാരണം ഓൾറെഡി അതിനകത്ത് ഒരു 5 പേര് കയറി കഴിഞ്ഞു, ഇനി ഒരാൾക്കുള്ള സ്പേസ് ഇല്ല. സെയിം ലൈക്ക് ഇവിടെയും സ്ഥിതി അതാണ് അല്ലേ? ഒന്ന് തിരിച്ച് ഞാൻ ചോദിക്കുകയാണ്, എടാ ഒരു ഡയോഡല്ലേ, ഒരു ഇലക്ട്രോൺ അല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി ഇരുത്ത് എന്ന് പറഞ്ഞാൽ കയറ്റി ഇരുത്താൻ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടോ? ഞാനൊരു സാഹചര്യം പറയാം. ഒരു വൈകുന്നേരം 7 മണി ഒക്കെ സമയം നമ്മൾ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു പാടത്തിങ്ങനെ ഇരിക്കുകയാണ്. കുറേ മുന്നിൽ ഒരു റോഡുണ്ട്. ഒരു 1 കിലോമീറ്ററോളം നീളം നമുക്ക് കാണാം. അതിൻ്റെ ആ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള പല വീടുകളിലും ലൈറ്റ് കത്തുന്നുണ്ട്. പെട്ടെന്ന് കറണ്ട് പോയി. ശരിക്കും നമ്മൾ കീനായിട്ട് ഒബ്സർവ് ചെയ്തിരിക്കുകയാണെങ്കിൽ ആ അറ്റത്തെ വീടിലെ ലൈറ്റ് ഓഫ് ആവുന്നതും ഈ അറ്റത്തെ വീടിലെ ലൈറ്റ് ഓഫ് ആവുന്നതും തമ്മിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. കണ്ടിട്ടുണ്ടോ? ഓക്കെ, വീണ്ടും കറണ്ട് വരുമ്പോഴും എങ്ങനെയായിരിക്കും? ആ അറ്റത്തെ വീടിലെ ലൈറ്റ് തെളിയുന്നതും ഈ അറ്റത്തെ വീടിലെ ലൈറ്റ് തെളിയുന്നതും തമ്മിൽ നമ്മൾക്ക് ചെറിയൊരു ടൈം ഡിസ്റ്റൻസ് കാണാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒബ്സർവ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ തിയറി തെറ്റിയോ? നമ്മൾ ഇലക്ട്രിക്കലാണ്, ഇതിനകത്ത് കുറേ തിയറികളുണ്ട്. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ഇലക്ട്രോണുകളെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്താമോ എന്ന് ചോദിച്ചത് ഈ പറഞ്ഞ 1 കിലോമീറ്റർ ദൂരം കണ്ടക്ടറായപ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായി എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെ ചിന്തിച്ചാൽ ഇൻഡക്ടർ പഠിക്കാൻ എളുപ്പമാണ്. പക്ഷേ തിയറി ഇൻഡെപ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയും. പക്ഷേ അത് തെറ്റാണോ ഇല്ലയോ, നമ്മളുടെ പഠനം ഇവിടെ എളുപ്പമാവും. ശരിയായിട്ട് പറയണമെങ്കിൽ ഇവിടെ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഹാസ് എ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡൊക്കെ വെറുതെ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ഇനേർഷ്യ എന്ന് പറഞ്ഞൊരു സംഗതി നമ്മൾ പഠിച്ചു. ഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനേർഷ്യ സിമ്പിൾ പറയുകയാണെങ്കിൽ ഇൻകേപ്പബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ബൈ ഇറ്റ് സെൽഫ്, അതിൻ്റെ സ്വയം മാറാനുള്ള കഴിവില്ലായ്മ. ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പിടിച്ചെടുത്താനുള്ള കഴിവില്ലായ്മ, അല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് അനങ്ങാനുള്ള കഴിവില്ലായ്മ. ഇങ്ങനെ ഇനേർഷ്യ ഇവിടെ എല്ലാം ഉണ്ട്. ഇതെല്ലാം ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് തന്നെയാണ് ആക്ച്വലി. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡൊക്കെ ഉണ്ടാവുന്നു. അതിൽ കുറച്ച് ചാർജ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ കറണ്ട് പോയതും ഇവിടെ ബൾബ് കത്തിക്കൊണ്ടിരിക്കുന്നതിനെ പെട്ടെന്ന് ഓഫ് ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ സപ്ലൈ ചെയ്യുന്നത് അതേ സമയത്ത് തന്നെ ഓഫ് ചെയ്യാനുള്ള ഒരു കഴിവില്ലായ്മ, ഇൻകേപ്പബിലിറ്റി അവിടെയും ഉണ്ട്. ഓക്കെ, കുറച്ച് കൺഫ്യൂഷനായോ? അപ്പോൾ പിന്നെ ആദ്യം പറഞ്ഞ തന്നെയാണ് നല്ലത്. ഇവിടെ കുറേ ഇലക്ട്രോണുകളെ എടുത്തു വയ്ക്കാൻ സ്ഥലം കിട്ടി, പക്ഷേ അതൊരു താൽക്കാലികം മാത്രമാണ് എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇൻഡക്ടറിൻ്റെ മൊത്തം പരിപാടി നമ്മൾക്ക് മൈൻഡിലേക്ക് വരാൻ അത്രയും മതി. അവസാനത്തെ 6ാമത്തെ കോമ്പോണൻറ്റ് IC ചിപ്പ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. എന്താ കാരണം? ഇൻ്റഗ്രേറ്റഡ് ചിപ്പ്. ഇൻ്റഗ്രേറ്റഡ് എന്തിന് ഇൻ്റഗ്രേറ്റ് ചെയ്തു? ഇതിൻ്റെ അകത്ത് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ഡയോഡ്, ട്രാൻസിസ്റ്റർ ഇതിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി IC ചിപ്പിനെ പറ്റി ഞാനെന്ത് പറയും? ഇതിനെല്ലാം സ്മോളായിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ഒരു ചിപ്പാക്കിയിട്ട് ഇറക്കിയിരിക്കുന്നു. അപ്പോൾ ചിപ്പിനെ പറ്റി വേറൊന്നും പറയാനില്ല. അപ്പോൾ 6 ടൈപ്പ് ഓഫ് കോമ്പോണൻറ്റ്സ് നിങ്ങളുടെ തലയിൽ ഇപ്പോൾ ഉണ്ട്. ഇനി ബേസിക് ഇലക്ട്രിക്കലിൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വീഡിയോ. അത് കഴിഞ്ഞാൽ നമ്മൾ ഹോബി സർക്യൂട്ടിലേക്ക് കടക്കും. നിങ്ങൾ സ്വന്തമായി സർക്യൂട്ടുകൾ ചെയ്യും. അപ്പോൾ ഇവിടെ ഇപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന കോമ്പോണൻസിൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടേക്ക് കയറും. ഓക്കെ, അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.